Hi everyone, welcome back. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെലീനിയത്തിലെ അലേർട്ട് ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ നമുക്കറിയാം സാധാരണ ഒരു വെബ് എലമെന്റ് മാനേജ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ അലേർട്ട്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ. അത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ടെസ്റ്റ് ലീഫ് എന്നുള്ള സൈറ്റാണ് പ്രാക്ടീസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഒരു വെബ് പേജിൽ കാണുന്ന മിക്കവാറും അലേർട്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അലേർട്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാമല്ലോ. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അലേർട്സ് ഉണ്ട് കേട്ടോ. സിമ്പിൾ ഡയലോഗ്, കൺഫേം ഡയലോഗ്, പിന്നെ പ്രോംപ്റ്റ് ഡയലോഗ്, അങ്ങനെ. അപ്പൊ അതിൽ ഈ ഫസ്റ്റ് അലേർട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഷോ ബട്ടൺ ആണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന അലേർട്ട്, ഇപ്പൊ അലേർട്സിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ഓപ്ഷൻ പോസിബിൾ അല്ല അല്ലെ. ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതേസമയം നമ്മളൊരു നോർമൽ ഒരു പേജിലാണ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം വരും. എന്നിട്ട് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അല്ലെ. എന്നിട്ട് നമ്മൾ ഇൻസ്പെക്ട് മോഡിൽ പോയിട്ട് ഏത് എലമെന്റിനെയാണോ എനിക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അതിലേക്ക് ഞാൻ ഇങ്ങനെ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടാണ് അല്ലെ നമ്മളൊരു ഐഡന്റിഫയർ അല്ലെങ്കിൽ ഒരു ലൊക്കേറ്റർ കണ്ടുപിടിക്കുന്നത്. ലൊക്കേറ്റർ കിട്ടിയാലല്ലേ നമുക്ക് ആ എലമെന്റിനെ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിക്കോ സെൻഡ് കീസോ ക്ലിയറോ എന്തോ ആയിക്കോട്ടെ, ഒരു ആക്ഷൻ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ ആ എലമെന്റിന്റെ ലൊക്കേറ്റർ നമ്മുടെ കയ്യിൽ കിട്ടണമല്ലോ അല്ലെ. പക്ഷെ അലേർട്ടിന്റെ കേസിൽ നമുക്ക് അങ്ങോട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നമ്മളിപ്പം അലേർട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മളിത് ഈ അലേർട്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യാതെ അല്ലെങ്കിൽ ഇതിനെ ഡിസ്മിസ് ചെയ്യാതെ നമുക്ക് ഈ പേജിൽ വേറെ ഒരു പരിപാടിയും നടക്കില്ല അല്ലെ. ഇതിവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ ഇതിൽ എന്താണോ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ ഓക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാൻസൽ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂ കൊടുക്കാനായിരിക്കാം, എന്താണെങ്കിലും അത് ചെയ്താൽ മാത്രമേ നമുക്ക് പിന്നെ ഈ പേജിലും കൺട്രോള് തിരിച്ചു വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ വിചാരിക്കുക എന്നാൽ ഇൻസ്പെക്ട് മോഡ് ആദ്യമേ എടുത്ത് വെച്ചിട്ട് അലേർട്ടിനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഡയറക്റ്റ് പോകാമല്ലോ. അപ്പോഴും നടപടിയാവില്ല. അങ്ങനെ നമുക്ക് അലേർട്ടിലേക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സംഭവം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ, സെലീനിയത്തിൽ സ്വിച്ച് കമാൻഡ്സിൽ driver.switch കമാൻഡ്സിൽ അലേർട്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ അലേർട്സിലേക്ക് നാവിഗേഷൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ പേജിലേക്ക് തന്നെ നാവിഗേറ്റ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ മാത്രമേ ഇതിലുള്ളൂ. ഇനി നമുക്ക് വെബ് ഡ്രൈവർ അല്ലെ, ഫസ്റ്റ് ആ ഡ്രൈവർ ഇനിഷ്യലൈസേഷൻ ചെയ്യണം. ഈക്വൽ ടു ന്യൂ ക്രോം ഡ്രൈവർ. ഞാൻ ക്രോം ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓൾറെഡി 4.6 ആണ് ഞാൻ വേർഷൻ യൂസ് ചെയ്യുന്നത് സെലീനിയത്തിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് system.set പ്രോപ്പർട്ടിയോ വെബ് ഡ്രൈവർ മാനേജറിന്റെ ആവശ്യമില്ല. ലാസ്റ്റ് വീഡിയോയിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് നമുക്ക് വെബ് ഡ്രൈവർ എന്ന് പറഞ്ഞ് ക്രോം ഡ്രൈവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ക്രോമിനെ ലോഡ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ലൈൻ ഞാൻ ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടത്, ആ സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി driver.get, ഞാൻ ആ സൈറ്റിന്റെ ഡീറ്റെയിൽസും കൊടുത്തു. driver.get കൊടുത്തിട്ട് സൈറ്റിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വേണ്ടത് നമ്മൾ ഇവിടെ ഈ പേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അലേർട്ട് വരണമെങ്കിൽ ഞാനിവിടെ ഷോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം അല്ലെ. അപ്പൊ ബട്ടൺ ആദ്യം ഇൻസ്പെക്ട് ചെയ്യണം. ബട്ടൺ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. ഈ ബട്ടന്റെ അകത്ത് ഒരു സ്പാനിന്റെ ഉള്ളിലാണ് ഈ ബട്ടൺ കിടക്കുന്നത്. കണ്ടോ, ഷോ എന്നാണ് ഈ ബട്ടൺ. പക്ഷെ ഇതില് ക്ലാസ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് അല്ലെ. കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എക്സ്പാത്ത് എഴുതാണ് അതിനകത്ത്. ഞാൻ ടെക്സ്റ്റ് വെച്ചിട്ട് എക്സ്പാത്ത് എഴുതാന്ന് വിചാരിക്കുന്നു. കാര്യം അതിന്റെ ടെക്സ്റ്റ് ആണല്ലോ ഷോ എന്ന് പറയുന്നത്. അപ്പൊ ടെക്സ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഞാനൊരു എക്സ്പാത്ത് എഴുതി ഷോ ബട്ടൺ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ടോട്ടലി 6 എണ്ണം ഉണ്ടെന്നാ പറയുന്നത് ഈ പേജിനകത്ത്. അതെ, 6 എണ്ണം ഉണ്ട് അല്ലെ. ഷോ ബട്ടൺ എല്ലായിടത്തും തന്നെ ഷോ എന്നാണ് അതിന്റെ ബട്ടന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇൻഡെക്സിംഗും കൂടി യൂസ് ചെയ്യാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെ ഇൻഡെക്സിംഗ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പാത്തിന്റെ കേസ് മനസ്സിലാവും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇൻഡെക്സിൽ, കാര്യം ഫസ്റ്റ് പൊസിഷനിലാണല്ലോ ഷോ ബട്ടൺ കിടക്കുന്നത്. അപ്പൊ ഞാൻ ഇൻഡെക്സിംഗിൽ ഫസ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാനിത് എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്റെ ഒരു വെബ് എലമെന്റ് എഴുതാം. വെബ് എലമെന്റ് ബട്ടൺ ഈക്വൽ ടു driver.find എലമെന്റ് വെച്ചിട്ട് ആ ബട്ടനെ ഞാനിവിടെ എക്സ്പാത്ത് വഴി എടുത്തു. അത് ഞാനിവിടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ വെബ് എലമെന്റ് എന്നുള്ളത് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് കഴ്സർ വെക്കുക, ഇമ്പോർട്ട് ചെയ്യാം. ഇനി ആ ബട്ടണിൽ ഞാൻ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്ന ആക്ഷൻ ക്ലിക്ക് ആണ്. ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അലേർട്ട് അവിടെ വരുന്നത് അല്ലെ. അപ്പോൾ ഇത്രയും അലേർട്ട് വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബട്ടൺ അതിൽ പോയി ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം അലേർട്ട് വരും.
ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലേർട്ട് വരും. പിന്നെ കൺട്രോൾ ഇവിടെയാണ്. നമുക്ക് പിന്നെ ഇതിനകത്ത് ഒന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ പേജിൽ വേറെ എവിടെ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷെ സെലീനിയത്തിന്റെ ഈ കൺട്രോൾ ഇതിലേക്ക് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സെലീനിയത്തിന്റെ കൺട്രോൾ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു അലേർട്ട്. ഈ കമാൻഡ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരന്റ് വിൻഡോയിൽ ഇരിക്കുന്ന, അതായത് നിങ്ങൾ ഏത് വിൻഡോ ആണോ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ കൺട്രോള് അലേർട്ടിലേക്ക് പോയിട്ടുണ്ടാവും. ഓക്കെ, വൺസ് ഇത് അലേർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടത് അത് പെർഫോം ചെയ്യാം. അപ്പൊ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അലേർട്ടിന്റെ ഈ ലൈൻ സേവ് ചെയ്യാൻ വേണ്ടി നമുക്ക് അലേർട്ട് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ പേര് കൊടുക്കാം. അലേർട്ട് എന്ന് തന്നെ സ്മോൾ ലെറ്റേഴ്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കും ഞാൻ പോപ്പപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അലേർട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അലേർട്ടിനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പോപ്പപ്പ് എന്നുള്ളതിൽ എൻ്റെ ഈ അലേർട്ടിലേക്ക് സ്വിച്ച് ചെയ്ത് ഈ കൺട്രോൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മീനിങ് ഒന്നുമില്ല. നമ്മളിപ്പോ സ്ട്രിങ് എസ് ഇസ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഈക്വൽ ടു, ഞാനിവിടെ ടെക് എന്ന് കൊടുക്കാണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ഈ ടെക് എന്നുള്ള ഈ വാല്യൂവിനെ സ്ട്രിങ് ടൈപ്പിലേക്ക്, അതായത് എസ് എന്നുള്ള വേരിയബിൾ സ്ട്രിങ് ടൈപ്പാണ്, അതിലേക്ക് സേവ് ചെയ്തു. അതേ മീനിങ് തന്നെയുള്ളൂ കേട്ടോ ഇവിടെ അലേർട്ട് പോപ്പപ്പ് എന്നുള്ള കൂടെ. അലേർട്ട് എന്നുള്ളത് ഒരു ടൈപ്പാണ്, അതിലേക്ക് അതിന്റെ ആ വേരിയബിളിന്റെ പേരാണ് പോപ്പപ്പ്. അതിലേക്ക് ഞാൻ ആ സ്വിച്ച് ചെയ്ത ആ അലേർട്ടിലേക്ക് സ്വിച്ച് ചെയ്ത കൺട്രോളിനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എനിക്ക് എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണമെങ്കിലും പോപ്പപ്പ് ഡോട്ട് വിളിച്ചാൽ മതി. ഓക്കെ, പോപ്പപ്പ് ഡോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡിസ്മിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് ആ അലേർട്ടിനെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യണോ ഡിസ്മിസ് ചെയ്യണോ, അതിൽ ഏത് വേണം എന്നുള്ളതാണ് ഈ ആക്സെപ്റ്റും ഡിസ്മിസും ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ കേസിൽ ഇതിനകത്ത് ആകെ ഒരു ഓക്കെ ബട്ടൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കേസിൽ നിങ്ങൾ ആക്സെപ്റ്റ് കൊടുത്താലും ഡിസ്മിസ് കൊടുത്താലും ഇതിൽ തന്നെ ക്ലിക്ക് വീഴും. കാരണം ഇതിലാകെ ഒരു ബട്ടൺ അല്ലേ ഉള്ളൂ, അതുകൊണ്ടിട്ട്. അപ്പൊ ഞാനിത് ആദ്യം ആക്സെപ്റ്റ് കൊടുത്ത് കാണിച്ചു തരാം. സോറി, സെമി കോളൻ ആണ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. റൺ ആസ്. ഓക്കെ, പെട്ടെന്നാണ് അലേർട്ട് വന്നു പോയത്. നമുക്ക് ക്ലിക്ക് ചെയ്തോണ്ട് യു ഹാവ് സക്സസ്ഫുള്ളി ക്ലിക്ക്ഡ് ആൻ അലേർട്ട് എന്നുള്ളത് വരുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ്. നിങ്ങൾക്കത് കുറച്ച് സ്ലോ മോഷനിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ത്രെഡ് ഡോട്ട് സ്ലീപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സെക്കൻഡ്സോ എന്തെങ്കിലും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സിക്യൂഷനെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇതും ത്രോ ചെയ്യണേ. സ്ലീപ്പ് കമാൻഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ എപ്പോഴും നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവിടെ എറർ അടിച്ച് വെക്കും. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്തു. നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് നിങ്ങൾക്ക് അലേർട്ട് വന്നതും അതിനെ ക്ലിക്ക് ചെയ്തതും കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, സിമ്പിൾ അലേർട്ട് എന്നുള്ള വന്നു. 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പോയി. അപ്പൊ ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ആക്സെപ്റ്റ് ആണ്. ഡിസ്മിസ് കൊടുത്താലും സെയിം തന്നെ സംഭവിക്കും. കാര്യം ഒരേ ഒരു ബട്ടണേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അത് മാറ്റർ അല്ല, ഏത് കൊടുത്തു എന്നുള്ള മാറ്റർ അല്ല. അതിലേക്ക് ആ ബട്ടണിലേക്ക് ക്ലിക്ക് പോവും, എന്നിട്ട് അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യും. അത്ര മാത്രമുള്ള അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി രണ്ടാമത്തെ ബട്ടണിന്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ രണ്ടാമത്തെ ബട്ടണിലേക്ക് ഞാൻ പോവാണ്. ഇവിടെ ഓക്കെ ക്യാൻസൽ 2 ബട്ടൺ ഉണ്ട്. ഓക്കെ, ആ കേസിൽ അപ്പൊ എന്ത് ചെയ്യണം? ആ കേസിൽ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഓക്കെ ബട്ടണും കൊടുക്കണം. ഡിസ്മിസ് ആണ് ചെയ്യേണ്ടെങ്കിൽ, ക്യാൻസൽ ആണ് ചെയ്യേണ്ടെങ്കിൽ ഞാൻ ഡിസ്മിസ് എന്നുള്ള കമാൻഡ് കൊടുക്കണം. കാരണം നമുക്ക് ചില ഡു യു വോണ്ട് ടു കണ്ടിന്യൂ അങ്ങനെ ഒരു മെസ്സേജ് ആണ് ഇവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾ ഓക്കെ അടിച്ചാലും അത് കണ്ടിന്യൂ ഉള്ളു, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് മാറില്ല, വേറെ ഏതെങ്കിലും പേജിലേക്കോ അല്ലെങ്കിൽ വേറെ എന്തിലേക്കെങ്കിലും മാറിപ്പോവും. അവിടെ നിങ്ങൾക്ക് ഓക്കെ തന്നെ അടിക്കണം, അത് എന്തെങ്കിലും അടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഇവിടെ ആക്സെപ്റ്റ് കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് ഈ വെറുതെ ചോദിക്കുന്ന ഒരു കമാൻഡ് ആണ്, ഒരു ഡിഫോൾട്ട് ബ്രൗസർ ആക്കുന്നൊക്കെ അലേർട്ടൊക്കെ ചിലപ്പോൾ മേളിൽ വരാറില്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അലേർട്ട് ആണ്, ഒരു ആവശ്യമില്ലാത്ത അലേർട്ട് ആണെങ്കിൽ വെറുതെ ഡിസ്മിസ് ചെയ്ത് കളഞ്ഞാൽ മതി. അതൊന്നും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട. എന്തെങ്കിലും ഇൻസ്റ്റാളേഷന്റെ അലേർട്ട് പോലെ എന്തെങ്കിലും മേളിൽ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ചുമ്മാ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ എന്ത് ആക്ഷൻ ആണ് നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങൾ ഇവിടെ ഇവിടെ ആക്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ എലമെന്റിലേക്കാണ് നമ്മൾ പോയത്. നമുക്കറിയാം ഇവിടെ ക്ലിക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഷോ ബട്ടൺ ആണ്. അപ്പൊ ഞാൻ ഷോ ബട്ടന്റെ ഇൻഡെക്സ് മാറ്റി കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ ഷോ ബട്ടൺ കിട്ടാൻ വേണ്ടി ഞാൻ ഇൻഡെക്സ് 2 കൊടുത്തു. എല്ലാം ഷോ എന്നാണല്ലോ പേര്, അപ്പൊ അത് കാരണം ഇൻഡെക്സ് മാത്രം ഞാൻ മാറ്റി കൊടുത്തു. ഇനി ഞാനിവിടെ ഡിസ്മിസ് സെയിം കാര്യം തന്നെ, ഞാൻ സെയിം തന്നെ, കോഡിൽ ഒരു വ്യത്യാസം ഇല്ല, സെയിം കാര്യം തന്നെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്.
ഇവിടെ ഞാൻ രണ്ടാമത്തെ ഇൻഡെക്സ് മാറ്റിയത് കൊണ്ട് സെക്കൻഡ് ഷോ ബട്ടൺ ആണ് ക്ലിക്ക് ആയത്. ഡിസ്മിസ് ആണ് എന്റെ കമാൻഡ്, അതുകൊണ്ട് ക്യാൻസലിലാണ് ക്ലിക്ക് വീണത്. കണ്ടോ? ഇനി ഇത് മാറ്റി ഞാൻ ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ബട്ടണിലായിരിക്കും അവിടെ ക്ലിക്ക് വീഴാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് വീഴും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസർ ക്ലിക്ഡ് ഓക്കെ എന്നുള്ള മെസ്സേജാണ് ഇവിടെ കാണുക. ഇനി ഈ വന്ന അലേർട്ടിന്റെ, ഇവിടെ വന്നിരിക്കുന്ന ഈ അലേർട്ടിന്റെ മെസ്സേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇവിടെ കാണിക്കുന്ന മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് എടുത്ത് വെരിഫൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ തൊട്ട് മുമ്പ് പോപ്പപ്പ്, അത് ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പ് വേണമല്ലോ, അതാണ് തൊട്ട് മുമ്പിൽ കൊടുക്കാൻ പറയുന്നത്. ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഗെറ്റ് ടെക്സ്റ്റ് നിങ്ങൾക്ക് കാണാം, എടുക്കാം. എടുത്തിട്ട് അത് കാണണമെങ്കിൽ നിങ്ങൾ ഒരു സിസ് ഔട്ട് കൊടുക്കണം അല്ലെ. നമ്മുടെ ഗെറ്റ് കമാൻഡ്സ് എല്ലാം തന്നെ നമ്മൾ സിസ് ഔട്ട് കൊടുത്താലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഏതൊഴികെ നമ്മുടെ ഈ ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഒഴികെ നമ്മൾ കൊടുക്കുന്ന ബാക്കി ഗെറ്റ് കമാൻഡ്സ്, അതായത് ഗെറ്റ് ടെക്സ്റ്റ്, ഗെറ്റ് കറന്റ് URL, ഗെറ്റ് ടൈറ്റിൽ, എല്ലാത്തിലും നമ്മൾ സിസ് ഔട്ട് കൊടുത്താലേ നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഞാനിത് ഒന്ന് സിസ് ഔട്ടിൽ കൊടുത്തിട്ട് ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്കെ അടിച്ചു, ആ ബട്ടൺ ക്യാൻസൽ ആയി, ബട്ടൺ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കൺസോൾ എടുത്ത് നോക്കിയാൽ കാണാൻ, കണ്ട അതിന്റെ മെസ്സേജ് ഡിഡ് യു കോൾ മീ എന്നുള്ള മെസ്സേജും ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് അലേർട്ട് എന്ന് പറയുന്നത് നമുക്കിവിടെ ഇത് ഈ ഒരു സെക്ഷനിൽ വരുന്നതാണ്. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ വാല്യൂ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ ഓക്കെ അടിക്കാൻ പറ്റുള്ളൂ. ക്യാൻസൽ അടിക്കുന്ന കേസിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, വാല്യൂ ഒന്നും കൊടുക്കണം, ചുമ്മാ ക്യാൻസൽ ചെയ്ത് പോയാൽ മതി. പക്ഷെ ഓക്കെ അടിക്കണമെങ്കിൽ ഇവിടെ ഒരു വാല്യൂ കൊടുക്കണം. അപ്പൊ ആ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു അലേർട്ടിലേക്ക് നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യുക? അതിന് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന സെൻഡ് ഔട്ട് തന്നെ മതി, സെൻഡ് കീസ് തന്നെ മതി. പോപ്പപ്പ് ഡോട്ട് സെൻഡ് കീസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് വാല്യൂ ആണ് കൊടുക്കാനുള്ളത്, ഇപ്പൊ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ QA എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ വാല്യൂ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം. എന്നിട്ട് ആക്സെപ്റ്റ് കൊടുത്താൽ ഓക്കെ ബട്ടൺ അടിക്കും. സെയിം തന്നെ, കോൺസെപ്റ്റ് ഒക്കെ സെയിം തന്നെ, സെൻഡ് കീസും കൂടി നിങ്ങൾ ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി നമ്പർ മാറ്റണ്ടേ അല്ലെ? രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കൊന്നും എൻ്റർ ചെയ്യാനില്ല. നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത് ഈ ബട്ടൺ ആണ്. അപ്പോൾ 1 2 3 4 5 ഫിഫ്ത്ത് പൊസിഷൻ ആണെന്ന് വിചാരിക്കും. നമ്മൾ 5 എന്നുള്ള ഇൻഡെക്സ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇൻഡെക്സിങ് വെച്ച് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ് പാത്ത് മാറ്റിയിട്ട് തന്നെ ചെയ്യാം. വന്നു. ഇനി അതിലേക്ക് സെൻഡ് കീസ് കൊടുത്തു അല്ലെ, വാല്യൂ എൻ്റർ ചെയ്തു, ഇവിടെ കാണിക്കുന്നുണ്ട് ടെസ്റ്റിംഗ് എന്നെടുത്തത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ അടിച്ചത് കൊണ്ടാണ് ഈ വാല്യൂ ഇവിടെ കാണിച്ചത്. ക്യാൻസൽ ആയിരുന്നെങ്കിൽ ആ വാല്യൂ തന്നെ എടുക്കില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ അലേർട്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിൽ വരുന്ന വേറൊരു ടൈപ്പ് അലേർട്ടാണ് ഇങ്ങനെ വരുന്ന അലേർട്ട്, ഡയലോഗ് പോലെ വരുന്നത്, സ്വീറ്റ് മൊഡാൽ ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആദ്യം റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം അലേർട്ടിലേക്ക് സ്വിച്ച് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ. ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അലേർട്ടിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്ത് അതിന്റെ ഇങ്ങനത്തെ ഡയലോഗ് ബോക്സിലൊക്കെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. എക്സ്പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ലൊക്കേറ്റർ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഡിസ്മിസ് ബട്ടന്റെ ബട്ടൺ ID ഇവിടെ ഉണ്ട്. ഈ ID വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിക്ക് കൊടുത്താൽ സാധാരണ ഒരു എലമെന്റിൽ നിങ്ങൾ എങ്ങനെയാണോ, സാധാരണ ഒരു ബട്ടണിൽ നിങ്ങൾ എങ്ങനെയാണോ ക്ലിക്ക് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഡയലോഗ്സ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഡിസ്മിസ് ബട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എലമെന്റിനെ ഒരു അലേർട്ടിലേക്ക് സ്വിച്ച് ചെയ്യുന്നതിന് മുൻപ് അത് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം കൺഫേം ചെയ്തിട്ട് വേണം. ഇതിലൊക്കെ യെസ് നോ ബട്ടണൊക്കെ കണ്ടോ, ഇൻസ്പെക്റ്റബിൾ ആണ്. കണ്ടോ, ഇതിന്റെ ഒരു എക്സ്പാത്ത് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോഡ് ഒരു എക്സ്പാത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അല്ലാത്ത കേസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതുപോലെ സ്വിച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു അലേർട്ട് എന്നുള്ളത് ഒരു അലേർട്ടിലേക്ക് സേവ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാതെ നിങ്ങൾ നെറ്റിൽ കാണുന്ന കോഡിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് തന്നെ ആയിരിക്കും. ഇത് തന്നെ എടുത്തിട്ട് എക്സാമ്പിൾ ആണ് ഞാൻ കാണിക്കുന്നത്. ഇത് തന്നെ എടുത്തിട്ട് ഡോട്ട് ഡിസ്മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഇത് തന്നെ എടുത്തിട്ട് അതിലേക്ക് സെൻഡ് കീസ് അപ്ലൈ ചെയ്യുന്നു. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇതിൽ ഇങ്ങനെ സ്വിച്ച് ചെയ്യുന്ന കോഡ് ഇങ്ങനെ കണ്ടിന്യൂസ് എഴുതിക്കൊണ്ടിരിക്കും. അതൊരു എന്താ പറയുക, ഒരു ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് റിപ്പീറ്റ് ആവാതെ നമ്മൾ അതിലേക്ക് സേവ് ചെയ്ത് വെക്കുക. പലരും അത് ചെയ്യാത്തത് അലേർട്ട് എന്നുള്ളൊരു ടൈപ്പ് അറിയാത്തത് കൊണ്ടാണ്.
അലേർട്ട് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്, അതിലേക്ക് നമുക്ക് ഇതിനെ സേവ് ചെയ്ത് വെക്കാനും പറ്റും. എന്നിട്ട് ആ വേരിയബിൾ യൂസ് ചെയ്ത് വേണം നിങ്ങൾ അതിലേക്കുള്ള ഓപ്പറേഷൻസ് ചെയ്യാൻ. അതല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂസ് എല്ലായ്പ്പോഴും സ്വിച്ച് ടു അലേർട്ട് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ ചെയ്യരുത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് അലേർട്ടിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിന്റെ ടെക്സ്റ്റ് എടുക്കാം. ഈ രണ്ടാമത് എടുത്തതിന്റെ ടെക്സ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ടൈപ്പ് യുവർ നെയിം ആൻഡ് ക്ലിക്ക് ഓക്കെ എന്നുള്ളത്. ആ ഒരു ടെക്സ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്, കണ്ടോ. ഗെറ്റ് ടെക്സ്റ്റ് എടുക്കാം, അലേർട്ടിന്റെ ആ ഒരു ടെക്സ്റ്റ് ഹെഡറിനെ നമുക്ക് എടുക്കാം. അതുപോലെ അതിലേക്ക് വാല്യൂ നമുക്ക് എൻ്റർ ചെയ്യാം. പിന്നെ ആക്സെപ്റ്റ് ആണോ ഡിസ്മിസ് ആണോ എന്നുള്ളത്, എന്ത് ആക്ഷൻ ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ബേസ് ചെയ്തിട്ട് നമുക്ക് ആക്ഷൻ പെർഫോം ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു അലേർട്ടിൽ നമുക്ക് നടക്കും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് അലേർട്ടിൽ നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.